മന്ത്രിമാരുടെ എണ്ണത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന കോൺഗ്രസ് ആവശ്യം മുസ്ലിം ലീഗ് പരിഗണിക്കുന്നു. 5 മന്ത്രിമാർ എന്നതിന് പകരം 4 മന്ത്രിമാരും സ്പീക്കർ, ചീഫ് വിപ്പ് പദവികളിൽ ഒന്നുമാണ് കോൺഗ്രസിന്റെ നിർദ്ദേശം. ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ ഇതിനോട് യോജിക്കുമ്പോൾ മറ്റൊരു വിഭാഗം 5 മന്ത്രിമാർ എന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിലാണ്. എന്നാൽ 5ാം മന്ത്രിസ്ഥാനത്തിന് ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നില്ല എന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. പ്രാദേശിക പ്രാതിനിധ്യവും മെറിറ്റും എല്ലാം പരിഗണിക്കേണ്ടി വരുമെന്നും തങ്ങൾ പറഞ്ഞു. സാധാരണ യോഗമാണ്. നാളെ ഇപ്പോൾ സത്യപ്രതിജ്ഞ നടക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് MLA-മാരൊക്കെ ഇവിടെ എത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ MLA-മാരും നമ്മൾ 5 മന്ത്രിമാർ എന്നുള്ളത് തന്നെയാണല്ലോ. നമ്മൾ 5 മന്ത്രിമാർ അത് UDF-ന്റെ തീരുമാനം അനുസരിച്ചാണ് വരിക. ഇപ്പോൾ പറയാനായിട്ടില്ല. 5 തന്നെയല്ലേ നമ്മുടെ ആവശ്യം. 5-നുള്ള അർഹത ഉണ്ടല്ലോ. ഇതിലും കുറഞ്ഞ MLA-മാരിൽ 5 കിട്ടിയിട്ടുണ്ടല്ലോ. ഞങ്ങളങ്ങനെ അവകാശവാദം നിരീക്ഷിച്ചിട്ട് നേരത്തെ പറഞ്ഞതാണല്ലോ. ഏതായാലും UDF-ന്റെ തീരുമാനം വരട്ടെ. അതനുസരിച്ച് 5 പേരുകൾ ഇന്ന് പ്രഖ്യാപിക്കുന്നു. അത് അവകാശവാദം ഞങ്ങളില്ല. ആ UDF-ന്റെ അന്തിമ തീരുമാനം വന്നു കഴിഞ്ഞാൽ വേണ്ടി അവരെ എന്നെ അധികാരപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇന്നലെ കോൺഗ്രസ് യോഗമായ ഒരു സന്തുലിതാവസ്ഥ പാലിക്കണം എന്നുള്ള ആവശ്യം വളരെ ശക്തമാണ്. കാസർഗോഡ് കോഴിക്കോട് എന്നൊക്കെയുള്ള ഇത്രയധികം സീറ്റ് കിട്ടിയൊരു ജില്ലയാണ്. എല്ലാം പരിഗണിക്കേണ്ടി വരും. ചുണ്ടിക്ക് അങ്ങനെയാണല്ലോ. പ്രാദേശികമായിട്ടുള്ള പരിഗണനകൾ വേണ്ടി വരും. മെറിറ്റ് അടിസ്ഥാനത്തിൽ ആളുകൾ ചിലപ്പോൾ നമുക്ക് നിയോഗിക്കേണ്ടി വരും. പിന്നെ ചില വകുപ്പുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ആരെങ്കിലുമൊക്കെ നിയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. പാർട്ടികളൊക്കെ ആണ് തിരഞ്ഞെടുക്കുക. ജില്ലാ പരിഗണനകൾ ഉണ്ടാവും അല്ലേ? അതാണ് പ്രാദേശിക പറഞ്ഞത്. CV അനുമോദ് ചേരുന്ന വിവരങ്ങളുമായി. അനുമോദ്, ഈ 5ാമത്തെ മന്ത്രിയിൽ വാശിയില്ല, അവകാശവാദമില്ല എന്ന് തങ്ങൾ പറയുന്ന സാഹചര്യം മാത്രമല്ല, കോഴിക്കോട്ട് നിന്നും ലീഗ് മന്ത്രിമാരുടെ സാധ്യതയും തള്ളിക്കളയുന്നില്ല. അതായത് ചുരുക്കത്തിൽ മന്ത്രിസഭയുടെ പട്ടിക വരുമ്പോൾ ലീഗിൽ 4 മന്ത്രിമാരെ കണ്ടാൽ പോലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണോ? എൽദോ, മുൻപ് ശക്തമായിട്ട് 5ാം മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ആവശ്യപ്പെട്ടിരുന്ന ലീഗ് അവരുടെ നിലപാടിൽ ഇപ്പം മയപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. UDF-ന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിന് ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന സൂചനകൾ തന്നെയാണ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനമായി 4 മന്ത്രിസ്ഥാനത്തിലേക്ക് ഒതുങ്ങാൻ അതിൻ്റെ ഒരു സാധ്യത തള്ളിക്കളയാതെയാണ് PMA സലാമിൻ്റെയും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും വാക്കുകൾ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് മുൻപ് അവകാശമായിട്ട് അർഹതമായി നേടിയ 5 മന്ത്രിസ്ഥാനത്തും ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള ആഭ്യന്തരമായിട്ടുള്ള സമ്മർദ്ദം തന്നെയാണ്. പ്രത്യേകിച്ച് VD സതീശനെ സമ്മർദ്ദപ്പെടുത്തിയാണ് കോൺഗ്രസ് ഈ നീക്കങ്ങൾ നടത്തുന്നത് എന്നതുകൊണ്ട് തന്നെ ലീഗിന് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ 4 മന്ത്രി, അതിന് പുറമെ ഏതെങ്കിലും ഒരു സുപ്രധാന പദവി, സ്പീക്കറുടെയോ അല്ലെങ്കിൽ ചീഫ് വിപ്പിൻ്റെയോ അങ്ങനെ ഒരു സുപ്രധാന പദവി എന്ന ഒരു വാഗ്ദാനം, അതിലേക്ക് ലീഗ് ഭയപ്പെടും, അംഗീകരിക്കപ്പെടും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചന. പക്ഷേ അതോടൊപ്പം തന്നെ ലീഗിനുള്ളിൽ തന്നെ വലിയ തോതിൽ തന്നെ സമ്മർദ്ദവും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് 5 മന്ത്രിസ്ഥാനത്തിന് അർഹരായിട്ട് 6 or 7 പേരാണ് തയ്യാറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു മന്ത്രിസ്ഥാനം കുറയുമ്പോൾ അതിന് വലിയ വില ലീഗിനുള്ളിൽ കൊടുക്കേണ്ട സാഹചര്യം കൂടി നിലവിലുണ്ടാകുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ എന്നീ 2 പേർക്ക് പുറമെ പാറക്കൽ അബ്ദുള്ള, അതേപോലെ അബ്ദുൽ ഗഫൂർ, PK ബഷീർ, KM ഷാജി, ഈ പേരുകളാണ് ഏറ്റവും സജീവമായിട്ട് ചർച്ചയിൽ വന്നിരിക്കുന്നതും പരിഗണനയിലുള്ളതും. അതിൽ തന്നെ PK ബഷീറിനെ ഉൾപ്പെടുത്തുവാൻ വേണ്ടി പാറക്കൽ അബ്ദുള്ളയെ ഒഴിവാക്കാനുള്ള ഒരു ചർച്ചയ്ക്കെതിരെയും വലിയ തോതിൽ നിന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് എതിർപ്പ് വന്നിട്ടുണ്ട്. കാരണം കോഴിക്കോട് ജില്ലയിൽ നിന്നൊരു മന്ത്രി വേണമെങ്കിൽ അത് പാറക്കൽ അബ്ദുള്ള ആവണം എന്ന നിർബന്ധമാണ് കോഴിക്കോട്ടെ ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PK ബഷീറിനെ ഉൾപ്പെടുത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു മലബാറിൽ നിന്നുള്ള നേതാവിനെ ഒഴിവാക്കേണ്ട സാഹചര്യമുണ്ട്. PK ബഷീറിന് വേണ്ടിയും വലിയ സമ്മർദ്ദമുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ബഷീറിനായിട്ടുള്ള ആഹ്വാനങ്ങൾ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ തോതിൽ തന്നെ അത്തരത്തിൽ ഓരോ നേതാക്കൾക്ക് വേണ്ടി അണികൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് നിലവിലുള്ള 5-ൽ നിന്നും 1 കുറയുന്ന ഒരവസ്ഥയിലേക്ക് കൂടി വരുന്നത്. സ്വാഭാവികമായിട്ട് ലീഗിനുള്ളിൽ ഇതൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ലീഗ് ഒരിക്കലും മുന്നണിക്ക് പ്രതിസന്ധി ഉണ്ടാക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ്. പ്രത്യേകിച്ച് VD സതീശൻ്റെ നേതൃത്വത്തിലായിരിക്കും ഒരുപക്ഷെ ഈ ഉപാധി ചർച്ചകൾ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ലീഗ് ചില വിട്ടുവീഴ്ചകൾ തയ്യാറാവേണ്ട സാഹചര്യം തന്നെയായിരിക്കും വരിക. എന്താണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത, അന്തിമമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തും. അതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസിൻ്റെ മന്ത്രിമാർ ഏതെല്ലാം ജില്ലകളിൽ നിന്നുള്ളവരായിരിക്കും എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായിരുന്നത് അൻവർ സാദത്തിനെ മന്ത്രിയാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ VE അബ്ദുൽ ഗഫൂറിന്റെ സാധ്യതകൾ UDF-ൽ ഒരു ജില്ലയിൽ നിന്ന് ഒരേ സമുദായത്തിൽപ്പെട്ട 2 മന്ത്രിമാർക്ക് സാധ്യത കുറവാണ് എന്നൊരു അഭിപ്രായമുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ മന്ത്രിമാർ ആരെന്നത് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ലീഗിന്റെ ഭാഗത്തുനിന്നൊരു തീരുമാനത്തിലേക്ക് ലീഗ് എത്തുക. എന്താണെങ്കിലും ഏറെ വൈകാതെ തന്നെ
ഇതിൽ ഇപ്പോഴുള്ള അവ്യക്തതകൾ അവസാനിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട UDF-ന് ഒരു പ്രതിനിധി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ലീഗ് നീങ്ങില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് നേതൃത്വം ഇപ്പോഴുള്ളത്. റൈറ്റ്. എന്താണെങ്കിലും ലീഗ് ഒന്ന് മയപ്പെടുന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് മന്ത്രിമാരുടെ എണ്ണത്തിന്റെ കാര്യത്തിലെങ്കിലും. 5 മന്ത്രിമാരെന്നുള്ള അവകാശവാദം അങ്ങനെ ഒരു വാശിപിടുത്തമില്ല എന്നാണ് തങ്ങൾ അറിയിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.